ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പോർക്കുളം കാഞ്ഞിരപ്പാടത്തെ നെല്ല് സ്വകാര്യ മില്ലുകാർ ഏറ്റെടുത്തു. കൊയ്ത്ത് കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞാണ് നെല്ല് സംഭരിച്ചത്. ചാഴൂരിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. തേവറോഡ്, പൊട്ടിച്ചിറ പ്രദേശങ്ങളിലെ 1000-ഓളം വീട്ടുകാർ കുടിവെള്ളമില്ലാതെ ദുരിതമനുഭവിക്കുന്നു. ഒല്ലൂർ സീറ്റിൽ വരത്തന്മാർ വേണ്ടെന്ന് സേവ് കോൺഗ്രസ് എന്ന പേരിൽ പോസ്റ്ററുകൾ. മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രാദേശിക ഭാരവാഹികൾ KPCC പ്രസിഡന്റിന് കത്തയച്ചു. വാഴാനി ഡാം റിസർവോയറിന് സമീപം മുൻകാലിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കൊമ്പന്റെ ആരോഗ്യനിലയിൽ ആശങ്ക. മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ വെറ്റനറി സർജൻ ഇന്നെത്തും. ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ കേരളയുടെ പൊയ്യയിലെ ഫാമിൽ സ്വകാര്യ ടൂറിസം പദ്ധതിക്ക് കളമൊരുക്കുന്നു. 15 ഹെക്ടർ വരുന്ന വലിയ ജലാശയമാണ് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി കൈമാറുന്നത്. വാർത്തകൾ വിശദമായി. പോർക്കുളം കാഞ്ഞിരപ്പാടത്തെ നെല്ല് സ്വകാര്യ മില്ലുകാർ ഏറ്റെടുത്തു. കൊയ്ത്ത് കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞാണ് നെല്ല് സംഭരിച്ചത്. 3 മുതൽ 8% വരെ കിഴിവ് നടത്തിയാണ് സ്വകാര്യ മില്ലുകൾ നെല്ല് കൊണ്ടുപോയത്. കിലോയ്ക്ക് 30 രൂപയ്ക്കാണ് ഇത്തവണ നെല്ല് സംഭരിക്കുന്നത്. 3 ആഴ്ചയോളം കർഷകർ ടാർപോളിൻ വാടകയ്ക്കെടുത്താണ് നെല്ല് സൂക്ഷിച്ചിരുന്നത്. ടാർപോളിൻ വാടകയ്ക്കെടുത്തതിൽ വൻ നഷ്ടമാണ് ഇത്തവണ കർഷകർക്കുണ്ടായത്. സർക്കാരുമായി മില്ലുകാർ നടത്തിയ ചർച്ചയിൽ തീരുമാനം വൈകിയതാണ് നെല്ല് സംഭരണം വൈകാനിടയാക്കിയത്. സംഭരിക്കുന്ന 100 കിലോ നെല്ലിൽ നിന്ന് 68 കിലോ അരിയാണ് സർക്കാരിന് മില്ലുകാർ നൽകിയിരുന്നത്. നഷ്ടം മൂലം അരിയുടെ അളവ് കുറയ്ക്കണമെന്നായിരുന്നു മില്ലുകാരുടെ ആവശ്യം. ഒടുവിൽ 66 കിലോ ആയി കുറച്ചതോടെയാണ് മില്ലുകാർ നെല്ല് സംഭരണം തുടങ്ങിയത്. ഇത്തവണ വൈക്കോലിന് മികച്ച വില കിട്ടിയത് കർഷകർക്ക് ആശ്വാസമായി. ഒരു കെട്ട് വൈക്കോലിന് 120 മുതൽ 160 രൂപ വരെയാണ് വില കിട്ടിയത്. 80 ഏക്കറുള്ള കാഞ്ഞിരപ്പാടത്ത് ഇത്തവണ ഉമാവിത്താണ് കർഷകർ കൃഷി ചെയ്തത്. TCV ന്യൂസ്, കുന്നംകുളം. ചാഴൂർ പഞ്ചായത്തിലെ 8, 9 വാർഡുകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. വെള്ളം കിട്ടാതായിട്ട് ആഴ്ചകളായെന്നും വിഷയത്തിൽ വാട്ടർ അതോറിറ്റിക്കും പഞ്ചായത്തിനും നിസ്സംഗതയെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. തേവർ റോഡ്, പൊട്ടുച്ചിറ പ്രദേശങ്ങളിലെ 1000-ഓളം വീട്ടുകാരാണ് കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. പാടശേഖരങ്ങളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്ത് കിണറുകളിലെ വെള്ളം ഉപയോഗശൂന്യമാണ്. അതിനാൽ ഇവിടത്തുകാർക്ക് ഏക ആശ്രയം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിലൂടെ വരുന്ന വെള്ളം മാത്രമാണ്. എന്നാൽ വിവിധ സ്ഥലങ്ങളിലെ പൈപ്പുകളുടെ അറ്റകുറ്റപ്പണി കാരണം പലപ്പോഴും ദിവസങ്ങൾ കഴിഞ്ഞാണ് വീടുകളിലും പൊതു ടാപ്പുകളിലും ശുദ്ധജലം എത്തുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ 3 ദിവസം കൂടുമ്പോൾ വന്നിരുന്നു. ആ വെള്ളം ഇപ്പോൾ ഒരാഴ്ച മേലെയായി വന്നിട്ട്. അതുകൊണ്ട് ഇവിടെയുള്ള പ്രദേശവാസികൾക്ക്, കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും കുടിവെള്ളം മസ്റ്റാണ്. എത്രയും പെട്ടെന്ന് അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. ഞങ്ങൾ പൈസ കൊടുത്തിട്ട് കിട്ടുന്ന കണക്ഷനാണ്. പക്ഷെ കഴിഞ്ഞ 1 മാസത്തോളമായിട്ട് 11 ദിവസം വെള്ളം ഉണ്ടായിരുന്നില്ല. വെള്ളം ഇല്ലാണ്ട് ഏനെ വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഫോൺ എടുക്കുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. അഥവാ റെസ്പോണ്ട് ചെയ്താൽ തന്നെ അവര് നാളെ വരും എന്നാണ് പറയുന്നത്. കോട്ടം ഭാഗത്ത് വെള്ളം പൊട്ടിയിട്ട് പോയി എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ തിങ്കളാഴ്ച എന്നിട്ട് വെള്ളം വന്നിട്ട് തിങ്കളാഴ്ച ഫുള്ളായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച കുറച്ചു നേരം വെള്ളം വന്നത് നിന്നു. അതിനുശേഷം ഇതുവരെ വെള്ളമില്ല. ഓരോ വീട്ടിലും ഞങ്ങൾ 4ഉം 5ഉം ടാങ്ക് വാങ്ങിച്ചു വെച്ചിട്ടാണ് വെള്ളം സ്റ്റോർ ചെയ്യുന്നത്. എന്നും ഇവർക്ക് ടാങ്കിന്റെ പണിയാണ്, അല്ലെങ്കിൽ പൈപ്പ് പൊട്ടി. ഇന്നിപ്പോ ഒരാഴ്ച എന്റെ വാട്സപ്പിൽ വിളിച്ചപ്പോൾ അവർ അയച്ചത് ഒരു പണി നടക്കുന്ന ഒരു വീഡിയോ ആണ് അവർ അയച്ചത്. കരാറുകാർക്ക് കൃത്യമായി പണം ലഭിക്കാത്തതാണ് പൈപ്പുകളുടെ അറ്റകുറ്റപ്പണികൾ നീണ്ടുപോകുന്നതെന്ന് പറയുന്നു. വെള്ളം ലഭിക്കാത്തയിടങ്ങളിൽ പഞ്ചായത്ത് കുടിവെള്ള വിതരണം നടത്താറുണ്ടെങ്കിലും ഇത്തവണ അതും ഉണ്ടായിട്ടില്ല. MLA-യുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞപ്പോൾ MLA ഈ പ്രദേശത്ത് വന്ന് ഇടപെട്ടു. ജനങ്ങളുടെ കാരണം എന്താണ് വെള്ളം കിട്ടാത്തതിന്റെ MLA-നെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി കാണിക്കുന്നത്. MLA ഈ പറഞ്ഞ് ഇവിടെ ജനങ്ങൾക്ക് വാക്ക് കൊടുത്തു പോയി വന്നതിന് ശേഷം ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അതിൽ കൂടുതൽ വെള്ളം വന്നിട്ടില്ല. 30 ദിവസത്തിനുള്ളിൽ ആകെ വെള്ളം വന്നത് 3-4 ദിവസം മാത്രം. ശാശ്വതമായ പരിഹാരമില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നിട്ടിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. TCV ന്യൂസ്, തൃപ്രയാർ. ഒല്ലൂർ സീറ്റിൽ കോൺഗ്രസിന് വരത്തന്മാർ വേണ്ടെന്ന വ്യാപക പോസ്റ്ററുകൾ. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്ററുകൾ.
മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രാദേശിക ഭാരവാഹികൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് കത്തയച്ചു. DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, MP വിൻസെന്റ്, സന്ദീപ് വാര്യർ എന്നിവരുടെ പേരുകളും മണ്ഡലത്തിൽ സജീവ ചർച്ചയായി ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒല്ലൂരിൽ കോൺഗ്രസ് പ്രാദേശിക വാദം ഉയർന്നത്. വാഴാനി ഡാം റിസർവോയറിന് സമീപം കാലിന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കൊമ്പന്റെ ആരോഗ്യനിലയിൽ ആശങ്ക. മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ വെറ്ററിനറി സർജൻ ഇന്നെത്തും. തൃശൂർ, എറണാകുളം ജില്ലകളുടെ ചുമതലയുള്ള ഡോക്ടർ ബിനോയാണ് ആനയെ പരിശോധിക്കാൻ എത്തുന്നത്. നിരീക്ഷണത്തിന് വനംവകുപ്പ് പ്രത്യേക ടീമിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇടത് കാലിൽ നിന്ന് പഴുപ്പ് ഒഴുകി അതീവ അവശനിലയിലായ കൊമ്പന് നടക്കാനും തീറ്റയെടുക്കാനും ബുദ്ധിമുട്ടുണ്ട്. ഭൂരിഭാഗം സമയത്തും കൊമ്പൻ വനത്തിന് പുറത്താണ് നിൽക്കുന്നത്. വേദന അസഹനീയമാകുമ്പോൾ ഡാമിലിറങ്ങി മുങ്ങിക്കയറും. മദപ്പാടിന്റെ ലക്ഷണങ്ങളുള്ളതായും സംശയമുണ്ട്. കൂട്ടാനകളുടെ കുത്തേറ്റാണ് ഗുരുതര പരിക്കേറ്റതെന്നാണ് പ്രാഥമിക നിഗമനം. വാഴാനി ഡാം കെട്ടിന് സമീപത്ത് നിന്ന് 3 കിലോമീറ്ററോളം ദൂരമുണ്ട് ആന നിലകൊള്ളുന്ന പീച്ചി വന്യജീവി സങ്കേതത്തിന്റെ പരിധിയിലുള്ള പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ. ഇതിനുശേഷം അന്തിമ തീരുമാനം കൈക്കൊള്ളും. ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ കേരളയുടെ പൊയ്യയിലെ ഫാമിൽ സ്വകാര്യ ടൂറിസം പദ്ധതിക്ക് കളമൊരുക്കുന്നു. ഇത്തരത്തിൽ സ്വകാര്യ മേഖലയ്ക്ക് നൽകുമ്പോൾ സർക്കാർ ഫണ്ടിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ച് 5 വർഷം മുൻപ് വാങ്ങിയ ബോട്ടുകളും അതിനായി ഒരുക്കിയ ബോട്ട് ജെട്ടി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഉപയോഗിക്കാതെ കിടക്കുകയാണ്. അക്വാ ടൂറിസം പദ്ധതിക്കായി VR സുനിൽകുമാർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപയാണ് 2020-21 വർഷത്തിൽ അനുവദിച്ചത്. ഫാമിന്റെ പുറത്തെ ജലാശയത്തിൽ ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യമൊരുക്കി പ്രാദേശിക ടൂറിസം പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിനായി 6 ബോട്ടുകളാണ് വാങ്ങിയിരിക്കുന്നത്. 2 പേർക്ക് യാത്ര ചെയ്യാവുന്ന പെഡൽ, തുഴയൽ ബോട്ടുകളാണ് പദ്ധതിയിൽ വാങ്ങിയത്. കൂടാതെ ബോട്ട് ജെട്ടിയും ഓഫീസും നിർമ്മിച്ചു. ഇപ്പോൾ ഈ ഭാഗത്ത് നിന്ന് മാറ്റി 15 ഹെക്ടർ വരുന്ന വലിയ ജലാശയമാണ് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി നൽകുന്നത്. വനാമി ചെമ്മീൻ കൃഷി ചെയ്യുന്ന കുളത്തിനോട് ചേർന്നുള്ള ഭാഗമാണ് ഇതിനായി അനുവദിക്കുന്നത്. കൃഷിയിടങ്ങളിലേക്ക് സന്ദർശകരെ വിലക്കുന്ന തരത്തിൽ സുരക്ഷയുള്ള ഭാഗത്താണ് ഇക്കോ ടൂറിസം പദ്ധതിക്ക് സ്വകാര്യ മേഖലയ്ക്ക് അനുവാദം നൽകുന്നത്. നിലവിൽ വാങ്ങിയിട്ടുള്ള ബോട്ടുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്നവയുണ്ടെങ്കിൽ സ്വകാര്യ മേഖലയ്ക്ക് കരാർ അടിസ്ഥാനത്തിൽ നൽകാൻ കഴിയുമെന്നാണ് അഡാക് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. ഇക്കോ ടൂറിസം പദ്ധതിയിൽ സീഫുഡ് ഉൾപ്പെടെയുള്ള ഭക്ഷണശാല, അലങ്കാര മത്സ്യങ്ങളുടെ പ്രദർശനം, ബോട്ടിംഗ്, മറ്റു ഇലക്ട്രിക്കൽ വാഹനങ്ങളിലെ സവാരികൾ, താൽക്കാലിക ഫാം ഹട്ട്, ഫാം സ്കൂൾ, കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം, പൂന്തോട്ടം, അക്വേറിയം എന്നിവ ഒരുക്കാവുന്നതാണെന്ന് ടെൻഡർ നോട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. TCV ന്യൂസ്, മാള. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കേച്ചേരി മേഖലാ സമ്മേളനം നടന്നു. COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കേരള വിഷൻ ന്യൂസ് MDയുമായ പ്രജേഷ് അച്ചാണ്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. COA കേച്ചേരി മേഖലാ പ്രസിഡന്റ് പോൾ ജേക്കബ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന സമ്മേളനം COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കേരള വിഷൻ ന്യൂസ് MDയുമായ പ്രജേഷ് അച്ചാണ്ടി ഉദ്ഘാടനം ചെയ്തു. അതാത് സമയത്തുള്ള ദീർഘവീക്ഷണത്തോടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി വൻകിട കമ്പനികൾ വലിയ പദ്ധതികളുമായി അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയനുസരിച്ച് ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ മേഖലകൾ സംവിധാനങ്ങൾ വരുമ്പോൾ അതിനോടൊക്കെ തന്നെ നമുക്കും മത്സരിക്കാനും നമുക്കും നിലനിൽക്കാനും ഈ കോർപ്പറേറ്റുകൾക്കെതിരെ ഒരു ബദൽ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിപ്പിക്കാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ സംഘടന ഒരുക്കിയിട്ടുണ്ട്. മേഖലാ പ്രസിഡന്റ് പോൾ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ മേഖലാ എക്സിക്യൂട്ടീവ് അംഗം AS പ്രസാദ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. COA മേഖലാ സെക്രട്ടറി AR റജി പ്രവർത്തന റിപ്പോർട്ടും PP ബിജു ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി P ആന്റണി ജില്ലാ റിപ്പോർട്ടും COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ KV രാജൻ സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടും അവതരിപ്പിച്ചു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, KCCL ഡയറക്ടർ VP ബിജു, തൃശൂർ കേരള വിഷൻ MD T ജയപ്രകാശ്, സിഡ്കോ ഡയറക്ടർ PM നാസർ, COA ജില്ലാ ട്രഷറർ CG ജോസ്, തൃശൂർ കേരള വിഷൻ ഡയറക്ടർ KC ജോൺസൺ, COA ജില്ലാ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് ജോസ് എന്നിവർ സംസാരിച്ചു. TCV തൃശൂർ. ചേറ്റുപുഴ പാടത്ത് 3 ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം. പരിക്കേറ്റ മനക്കൊടി സ്വദേശി ചേറ്റുപുഴ വീട്ടിൽ ജിഷ്ണു ബാലചന്ദ്രനെ ജില്ലാ ആശുപത്രിയിലും കുന്നത്തങ്ങാടി സ്വദേശി ഹെൻറി, ടോജോ എന്നിവരെ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു.
അടാട്ട് പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും സൌജന്യ ചികിത്സാ പദ്ധതിയുമായി പ്രസിഡന്റ് അനിൽ അക്കര. അമല ആശുപത്രിയുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം അമല ആശുപത്രി ഡയറക്ടർ ജൂലിയസ് അറക്കൽ, ജോയിന്റ് ഡയറക്ടർ ഡെൽജോ പുത്തൂർ എന്നിവരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. മാർച്ച് ആദ്യവാരം മുതൽ ഈ സംരംഭം നിലവിൽ വരും. അമല ആശുപത്രിയിൽ ജനറൽ വാർഡിൽ പ്രവേശിക്കുന്ന അടാട്ട് പഞ്ചായത്ത് നിവാസികൾക്ക് ഫാർമസി ബിൽ ഒഴികെയുള്ള ബില്ലുകൾക്ക് 35% കിഴിവ് ലഭിക്കും. ഈ ആനുകൂല്യം ലഭിക്കുന്നതിനായി റേഷൻ കാർഡിന്റെ കോപ്പിയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശുപാർശയും സഹിതം പ്രത്യേക ഫോമിൽ അപേക്ഷ നൽകണം. തുടർന്ന് അമല ആശുപത്രി ഓരോ വ്യക്തിക്കും ഹെൽത്ത് കാർഡ് അനുവദിക്കും. ഓരോ വർഷവും ഈ കാർഡ് പുതുക്കണം. ഫെബ്രുവരി 1 മുതൽ പഞ്ചായത്ത് അംഗങ്ങൾ മുഖേന ഫോം വിതരണം ചെയ്യുമെന്നും അനിൽ അക്കര വ്യക്തമാക്കി. മികച്ച ഭിന്നശേഷി പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാന അവാർഡ് വേലൂർ പഞ്ചായത്ത് ഏറ്റുവാങ്ങി. സംസ്ഥാന സർക്കാരും സാമൂഹ്യനീതി വകുപ്പും സംയുക്തമായാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി ആർ ബിന്ദുവിൽ നിന്ന് വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ പുരസ്കാരം ഏറ്റുവാങ്ങി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷൈനി ജിബിൻ, അഷ്ന, ജമീല രാജീവ്, അംഗങ്ങളായ ബിന്ദു നന്ദനൻ, ഗീത ബാലകൃഷ്ണൻ, ബഡ്സ് സ്കൂൾ അധ്യാപിക അഞ്ജു ജയൻ എന്നിവർ പങ്കെടുത്തു. വടക്കേ അമേരിക്കയിലെ മലയാളി സംഘടനകളുടെ കൂട്ടായ്മയായ ഫൊക്കാനയുടെ അന്താരാഷ്ട്ര കൺവെൻഷൻ ഓഗസ്റ്റ് 6 മുതൽ 9 വരെ പെൻസിൽവേനിയയിൽ നടക്കും. സ്റ്റേജ് ഷോ, അവാർഡ് നൈറ്റ്, യുവജനോത്സവം തുടങ്ങിയ വിപുലമായ പരിപാടികളോടെയാണ് കൺവെൻഷൻ നടക്കുന്നത്. എയർപോർട്ട് പ്രിവിലേജ് കാർഡ്, ഹെൽത്ത് കാർഡ്, ഭവന പദ്ധതി, ഹെൽത്ത് ക്ലിനിക് തുടങ്ങിയ പ്രവർത്തനങ്ങൾ തുടരുകയാണെന്ന് ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫൊക്കാന കേരള കോർഡിനേറ്റർ സുനിൽ പാറക്കൽ, അഡ്വക്കേറ്റ് അഖിലസ് സുധാകരൻ, സജിത് കൃഷ്ണ എന്നിവരും പങ്കെടുത്തു. പന്നിത്തടം സെന്ററിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി എ.സി. മൊയ്തീൻ എം.എൽ.എ. അറിയിച്ചു. സിഗ്നൽ സംവിധാനം കൂടുതൽ സമയം പ്രവർത്തിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ കെൽട്രോണിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യമായ സ്ഥലങ്ങളിൽ ഹബ്ബുകൾ സ്ഥാപിക്കുന്നതിനും നിർദ്ദേശിച്ചു. നിരീക്ഷണ ക്യാമറ സംവിധാനം ഒരുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ടവരുടെ യോഗം വിളിക്കുമെന്നും എം.എൽ.എ. വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഗുരുവായൂർ കോട്ടപ്പടി ചേമ്പാലക്കുളം ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണം ഭക്തിസാന്ദ്രമായി. മകരച്ചൊവ്വയോടനുബന്ധിച്ച് ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് പൊങ്കാല നിവേദ്യം അർപ്പിച്ചത്. ചടങ്ങുകൾക്ക് മേൽശാന്തി നീലമന ദുർഗാദാസ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രസിഡന്റ് പി.കെ. മോഹനൻ, സെക്രട്ടറി ഗോപാലകൃഷ്ണൻ പുതുശ്ശേരി, ട്രഷറർ ഇ.യു. ശ്രീനാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനിടെ പഞ്ചായത്ത് വാഹനത്തിന്റെ ഡ്രൈവറെ നീക്കാൻ മറ്റത്തൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ തീരുമാനം. കഴിഞ്ഞ 5 വർഷത്തോളമായി ഡ്രൈവർ കം അറ്റൻഡറായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്നയാളെ മാറ്റി മറ്റൊരാളെ നിയമിക്കണമെന്ന ആവശ്യം പ്രസിഡന്റ് ടെസി ജോസാണ് തിങ്കളാഴ്ച നടന്ന ഭരണസമിതി യോഗത്തിൽ അവതരിപ്പിച്ചത്. രാഷ്ട്രീയ എതിരാളിയായ ഡ്രൈവർ ഓടിക്കുന്ന വാഹനത്തിൽ വിശ്വസിച്ച് യാത്ര ചെയ്യാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇയാളെ മാറ്റണമെന്ന ആവശ്യം പ്രസിഡന്റ് ഉന്നയിച്ചത്. മാറ്റുന്നതിന് മുൻപ് ഇയാളുടെ വിശദീകരണം തേടണമെന്ന് LDF അംഗങ്ങൾ നിലപാടെടുത്തതോടെ വിഷയം വോട്ടിനിടാൻ തീരുമാനമായി. LDF പക്ഷത്തെ 10 പേരും സ്വതന്ത്രനായ KR ഔസേഫും ഇതിനെ പ്രതികൂലിച്ചെങ്കിലും 13 പേർ അനുകൂലിച്ചതിനെ തുടർന്ന് ഡ്രൈവറെ മാറ്റാനുള്ള തീരുമാനം അംഗീകരിക്കപ്പെട്ടു. ഏത് പ്രതികൂല സാഹചര്യത്തിലും സ്വയം അംഗീകരിക്കാൻ യുവത പഠിക്കണമെന്നും അതിലൂടെ മാത്രമേ സമഗ്ര വളർച്ചയുണ്ടാകൂ എന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന വിഷയത്തിൽ പുതുക്കാട് പ്രജ്യോതി നികേതൻ കോളേജിൽ നടക്കുന്ന ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോളേജ് സ്ഥാപക ഡയറക്ടർ ഡോക്ടർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ സിമി വർഗീസ്, ഡോക്ടർ സൗമ്യ സ്റ്റാർലറ്റ്, ഡോക്ടർ സുകന്യ ബി മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര കാഞ്ഞിരച്ചുവട് തെക്കഞ്ചേരി പുളിക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ മകരത്തിങ്കൾ മഹോത്സവം വർണ്ണാഭമായി. പൂജകൾക്ക് മേൽശാന്തി ചാഴൂർ ശ്രീകുമാർ,
ക്ഷേത്രം ശാന്തി മധുസൂദനൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കൊട്ടാരത്തിൽ മണികണ്ഠൻ, സെക്രട്ടറി വടക്കുംതുള്ളി ഉണ്ണികൃഷ്ണൻ, ട്രഷറർ തട്ടാരപ്പുരയ്ക്കൽ രജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ആളൂർ എടത്താടൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി. ആളൂർ SNDP സമാജം പ്രസിഡന്റ് EK മാധവൻ കൊടിയേറ്റം നിർവഹിച്ചു. ഇതോടനുബന്ധിച്ചു നടന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി, മേൽശാന്തി TR പ്രദീപ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഈ മാസം 25-നാണ് താലപ്പൊലി മഹോത്സവം. ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവം ഇന്ന് ആഘോഷിക്കുന്നു. രാവിലെ ശീവേലി എഴുന്നള്ളിപ്പ്, സോപാന സംഗീതം എന്നിവ നടന്നു. വൈകിട്ട് 4 മുതൽ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് 6 മണിക്ക് കൂട്ടി എഴുന്നള്ളിപ്പ് നടക്കും. നാളെ രാവിലെ നടക്കുന്ന ആറാട്ടോടെ ഉത്സവാഘോഷം സമാപിക്കും. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവിലെ പൊങ്കാലയിടൽ ചടങ്ങിൽ 100 കണക്കിന് ഭക്തരെത്തി. വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്ര മേൽശാന്തി ഉണ്ണികൃഷ്ണൻ എമ്പ്രാന്തിരി പണ്ടാര അടുപ്പിൽ അഗ്നി പകർന്നു. തുടർന്ന് ക്ഷേത്രമുറ്റത്തൊരുക്കിയ അടുപ്പുകളിൽ ഭക്തർ ഭഗവതിക്ക് സമർപ്പിക്കാനുള്ള നിവേദ്യം തയ്യാറാക്കി. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ബാബു പൂങ്കാവനം, സെക്രട്ടറി TV വിനോദ്, ട്രഷറർ വിശ്വനാഥൻ ഐനിക്കൽ, ഊരാളൻ ധർമ്മരാജൻ കോട്ടപ്പുറത്ത്, കോമരം വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ഈ മാസം 24 മുതൽ 26 വരെ രംഗകലാ കോൺഫറൻസ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നാട്യശാസ്ത്രത്തെ യുനെസ്കോ അംഗീകരിച്ചതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മോഹിനിയാട്ടം, കൂടിയാട്ടം, കഥകളി തുടങ്ങിയ കലാരൂപങ്ങളുടെ വിവരണവും അവതരണവും ആണ് 3 ദിവസങ്ങളിലായി നടക്കുക. രമേശൻ നമ്പീശൻ, ശ്രീലക്ഷ്മി ഗോവർദ്ധനൻ, ഫാദർ ജോളി ആൻഡ്രൂസ്, ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ, ഡോക്ടർ E വിനീത തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏനാമാവ് വടക്കേ കോഞ്ചിറ കോൾപ്പടവിൽ നെൽകൃഷി വിളവെടുപ്പ് നടന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. പടവ് കമ്മിറ്റി പ്രസിഡന്റ് TV ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. വെങ്ങിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ്, ജില്ലാ പഞ്ചായത്ത് അംഗം രാഗേഷ് കണിയാമ്പറമ്പിൽ, വാർഡംഗം അംബിക ജോർജൻ, കൃഷി ഓഫീസർ നീതു B നായർ, പടവ് കമ്മിറ്റി ഭാരവാഹികളായ ഹരി മഞ്ചറമ്പത്ത്, AR രവീന്ദ്രൻ, ബിജോയ് പെരുമാട്ടിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരിടവേള. കരസ്ഥമാക്കി. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി 50-ലേറെ ടീമുകളാണ് പകിടകളി ടൂർണമെന്റിൽ പങ്കെടുത്തത്. മുസ്ലിം ലീഗ് നേതാവും കുന്നംകുളം നഗരസഭ മുൻ വൈസ് ചെയർമാനുമായിരുന്ന EP കമറുദ്ദീന്റെ വിയോഗത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടന്നു. മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഗഫൂർ പള്ളിക്കുളം അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, SC/ST കമ്മീഷൻ അംഗം TK വാസു, CPM ഏരിയ സെക്രട്ടറി MN കൊച്ചനിയൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. നിവേദ്യത്തിന് ശേഷം മേൽശാന്തി പ്രകാശൻ നമ്പൂതിരി തിടപ്പള്ളിയിൽ നിന്നും ആദ്യ അടുപ്പിലേക്ക് അഗ്നി പകർന്നു. പൊങ്കാല പൂർത്തിയായതിനു ശേഷം മേൽശാന്തി അടുപ്പിനടുത്ത് നിവേദ്യ പൂജ നടത്തുകയും കോമരം സുരേഷ് കൈപ്പള്ളി ഭക്തർക്ക് കൽപ്പന നൽകുകയും ചെയ്തു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ സുരേഷ് മണാളത്ത്, PV പ്രസാദ്, V ഭാസ്കരൻ, KR അഖിലേഷ് എന്നിവർ നേതൃത്വം നൽകി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ അമ്പ് തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ടൗൺ അമ്പ് ആഘോഷം വർണ്ണാഭമായി. വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് അമ്പ്, ലില്ലി എഴുന്നള്ളിപ്പ്, സൌഹൃദ ബാൻഡ് മേളം എന്നിവ നടന്നു. ചാലിശ്ശേരി മുലയം പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ മഹോത്സവം ആഘോഷിച്ചു.
ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ മഹോത്സവം ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾക്ക് ശേഷം ഭക്തർ തവിട് തൊളിക്കൽ വഴിപാട് നടത്തി. ക്ഷേത്രമൂരാളൻ തത്താണത്തുമന നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ഫെബിൻ ചിറയത്ത് മുഖ്യ കാർമ്മികനായി. ഫാദർ ഫിനോഷ് കീറ്റിക്കൽ സന്ദേശം നൽകി. വികാരി ഫാദർ തോമസ് ചൂണ്ടൽ സഹകാർമ്മികനായിരുന്നു. ആഘോഷങ്ങൾക്ക് കൈക്കാരന്മാരായ ജോജി പേരാമംഗലത്ത്, ജോസ് താണിക്കൽ, ജനറൽ കൺവീനർ MD ഡോണി തുടങ്ങിയവർ നേതൃത്വം നൽകി. മണ്ണുത്തി കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ഉത്സവത്തോടനുബന്ധിച്ച് പൊങ്കാലയിടൽ ചടങ്ങ് നടന്നു. ഉച്ചതിരിഞ്ഞ് പൂരമെഴുന്നള്ളിപ്പ് നടക്കും. കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയാകും. ചടങ്ങുകൾക്ക് ക്ഷേത്ര പരിപാലന സമിതി പ്രസിഡന്റ് ഭാസ്കരൻ K. മാധവൻ, സെക്രട്ടറി പ്രശാന്ത് എടത്തറ എന്നിവർ നേതൃത്വം നൽകും. മുല്ലശ്ശേരി ഗുഡ് ഷെപ്പേർഡ് സെൻട്രൽ സ്കൂളിൽ പുതിയ ജനപ്രതിനിധികളെ ആദരിച്ചു. സ്കൂൾ ഡയറക്ടർ ഫാദർ ടിറ്റോ ജോയ് മുള്ളക്കര അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമന്റ് ഫ്രാൻസിസ്, മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ്, വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ്, വാർഡ് മെമ്പർമാരായ ജയശ്രീ ഗോപൻ, ഡെയ്സി ജോമോൻ എന്നിവരെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. നവീകരിച്ച സ്മാർട്ട് ക്ലാസ് മുറികളുടെ ഉദ്ഘാടനവും നടന്നു. വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ അനു സെബാസ്റ്റ്യൻ, നിഷിത ശ്രീരംഗ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം അൻസാർ സ്കൂളിലെ വാർഷികം ആഘോഷിച്ചു. റിയാലിറ്റി ഷോ താരം അർജിത രതീഷ് ഉദ്ഘാടനം ചെയ്തു. അൻസാർ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഷൈനി ഹംസ, അധ്യാപകരായ ബബിത ഉണ്ണികൃഷ്ണൻ, സജ്ജന എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചളങ്ങാട് പ്രവാസി ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന കലാവ്യാപാര ഭക്ഷ്യമേള ഈ മാസം 23, 24, 25 തീയതികളിൽ നടക്കും. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം നിർവഹിക്കും. 25-ന് നടക്കുന്ന സമാപന സമ്മേളനം ചലച്ചിത്ര നടി സീമാജി നായർ ഉദ്ഘാടനം ചെയ്യും. 3 ദിവസങ്ങളിലായി വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ അരങ്ങേറും. സംഘാടകരായ PA നസീർ, PK നാസർ, KM സൈഫുദ്ദീൻ, TS മുസ്തഫ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു. മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സെബി പുത്തൂർ അധ്യക്ഷനായിരുന്നു. തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം ഫോട്ടോ അനാച്ഛാദനവും തോളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിംസൺ പുത്തൂർ സമ്മാനദാനവും നിർവഹിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിംസ് ചിറ്റിലപ്പള്ളി, തോളൂർ പഞ്ചായത്ത് അംഗം ഷീന വിൽസൺ, പ്രധാനാധ്യാപിക EJ ലീന, PTA പ്രസിഡന്റ് PC ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനമന്ത്രി രാഷ്ട്രീയ വയോജന ശ്രീ പദ്ധതി പ്രകാരം വയോജനങ്ങൾക്ക് സഹായ ഉപകരണങ്ങൾ സൌജന്യമായി വിതരണം ചെയ്യുന്നതിന്റെ സ്ക്രീനിംഗ് ക്യാമ്പ് വെള്ളറക്കാട് നടന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മാർഗനിർദ്ദേശമനുസരിച്ച് പ്രധാനമന്ത്രി ദിവ്യാക്ഷയ കേന്ദ്രവും കോഴിക്കോട് ആർട്ടിഫിഷ്യൽ ലിംബ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് ഹെൽപ്പ് ഡെസ്ക് വഴിയാണ് വിതരണം. BJP തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KS രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നോർത്ത് ജില്ലാ സെക്രട്ടറി സുഭാഷ് ആദൂർ അധ്യക്ഷനായി. നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയെടുത്ത്, ട്രഷറർ ഗിരീഷ്, അഭിലാഷ് കടങ്ങോട്, E ചന്ദ്രൻ, ജനു വെള്ളറക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമല ശ്രീ കൊച്ചുപറക്കോട്ട് കാവിൽ പൊങ്കാല ആഘോഷം ഭക്തിസാന്ദ്രമായി. മരുതേരിമന ശശി നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അന്നദാനവും ഒരുക്കിയിരുന്നു. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികാഘോഷത്തിന്റെയും
ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം KJ ഡിക്സൺ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TS അഭിലാഷ്, മിനി ദാസൻ, കൊടകര SHO PK ദാസ്, പ്രിൻസിപ്പൽ M സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമല പാമ്പാടി വടക്കേ കൂട്ടാല ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വയോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടന്നു. ഗണപതി ഹോമം, 8 മണിക്ക് അടുപ്പ് കത്തിക്കൽ, പൊങ്കാല സമർപ്പണം എന്നിവ നടന്നു. മരുതേരി സജിത് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഒരു ലക്ഷം സൗജന്യ ഡയാലിസിസുകൾ പൂർത്തിയാക്കി എടമുട്ടം ആൽഫ ഡയാലിസിസ് സെന്റർ. പ്രവർത്തനം തുടങ്ങി 5 വർഷം പൂർത്തിയാകുന്നതിന് മുൻപാണ് ഈ നേട്ടം കൈവരിച്ചത്. സെന്ററിലെ ഡയാലിസിസ് മെഷീനുകളെല്ലാം വ്യക്തികളും സംഘടനകളും സ്പോൺസർഷിപ്പായി നൽകിയതാണ്. തൃശൂർ കോർപ്പറേഷനുമായി സഹകരിച്ച് 50 മെഷീനുകളുള്ള ഡയാലിസിസ് സെന്റർ ഉടൻ പൂർത്തീകരിക്കുമെന്നും ആൽഫ ഭാരവാഹികൾ പറഞ്ഞു. ആൽഫ ഡയാലിസിസ് സെന്ററിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ KM നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,500, പവന് 1,80,000. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പോർക്കുളം കാഞ്ഞിരപ്പാടത്തെ നെല്ല് സ്വകാര്യ മില്ലുകാർ ഏറ്റെടുത്തു. കൊയ്ത്തു കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞാണ് നെല്ല് സംഭരിച്ചത്. ചാഴൂരിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. തേവർ റോഡ്, പൊട്ടിച്ചിറ പ്രദേശങ്ങളിലെ 1000-ഓളം വീട്ടുകാർ കുടിവെള്ളമില്ലാതെ ദുരിതമനുഭവിക്കുന്നു. ഒല്ലൂർ സീറ്റിൽ വരത്തന്മാർ വേണ്ടെന്ന സേവ് കോൺഗ്രസ് എന്ന പേരിൽ പോസ്റ്ററുകൾ. മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രാദേശിക ഭാരവാഹികൾ KPCC പ്രസിഡന്റിന് കത്തയച്ചു. വാടാനി ഡാം റിസർവോയറിന് സമീപം മുൻകാലിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കൊമ്പന്റെ ആരോഗ്യനിലയിൽ ആശങ്ക. മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ വെറ്ററിനറി സർജൻ ഇന്നെത്തും. ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ കേരളയുടെ പൊയ്യയിലെ ഫാമിൽ സ്വകാര്യ ടൂറിസം പദ്ധതിക്ക് കളമൊരുക്കുന്നു. 15 ഹെക്ടർ വരുന്ന വലിയ ജലാശയമാണ് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി കൈമാറുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.